ജമാഅത്ത് നമസ്കാരത്തിൽ ഇഖാമത്ത് കൊടുക്കുന്ന ആൾ ഇമാമിൻ്റെ നേരെ പുറകിലാണല്ലോ നിൽക്കേണ്ടത്. എന്നാൽ ഒന്നാം സഫിൻ്റെ രണ്ടറ്റത്തും കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരാളെ നിർത്തിയാൽ മുഅദ്ദിൻ്റെ സ്ഥാനം അല്പം മാറും. അങ്ങനെ മുഅദ്ദിൻ്റെ സ്ഥാനം അല്പം മാറുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്നുള്ളതാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. ഇഖാമത്ത് കൊടുക്കുന്ന ആളെ, അത് മുഅദ്ദിന് ഇമാമിൻ്റെ നേരെ പുറകിൽ തന്നെ നിൽക്കണം എന്നൊരു നിയമമല്ല. എവിടെയാണ് സൗകര്യമുള്ളത് അവിടെ നിൽക്കാം. മുഅദ്ദിന് പള്ളിയിൽ ആദ്യം വരുന്നു, അതുകൊണ്ട് ഇമാമിൻ്റെ നേരെ പുറകിൽ നിൽക്കുന്നു എന്നുള്ള മാത്രമാണുള്ളത്. അല്ലാതെ അങ്ങനെ നിൽക്കണമെന്ന ഒരു നിയമമോ അല്ലെങ്കിൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നോ അതിലൊരു നിയമമല്ല. മുഅദ്ദിന് ഇപ്പോൾ ഒരാൾ ഇമാമിൻ്റെ നേരെ പുറകിൽ ഒരാൾ വന്ന് നിന്നു എങ്കിൽ അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാം, അതിന് വിരോധമൊന്നുമില്ല. അപ്പോൾ ഇമാമിൻ്റെ പുറകിൽ തന്നെ ഇമാമിൻ്റെ നേരെ പുറകിൽ നിൽക്കേണ്ടത് ശരിക്ക് ഇമാമിന് നിസ്കാരത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഉളുമുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇമാമിന് പകരം നിൽക്കാൻ യോഗ്യനായ ഖിറാഅത്ത് ഖുർആൻ അറിയുന്ന ഒരു വിവരമുള്ള ആളാണ് ശരിക്കും ഇമാമിൻ്റെ പുറകിൽ നിൽക്കേണ്ടത്. അല്ലാതെ അവിടെ മുഅദ്ദിൻ നിൽക്കുക എന്നുള്ളത് അതൊരു നിയമമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.